മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ PDT ആചാരി നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ PDT ആചാരി, ഇപ്പോൾ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ കടമെടുപ്പ് പരിധി കേരളത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം എന്ന വിഷയത്തിൽ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ഇത് ഭരണഘടനാപരമായി ആ നിലയിൽ ഒരു ബെഞ്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? അതില് ഭരണഘടനാ വിഷയം എന്ന് പറയുമ്പോൾ ഭരണഘടനയിലെ പ്രൊവിഷൻസിന്റെ അതിനെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം അതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഭരണഘടനയിലെ ഏതെങ്കിലും പ്രൊവിഷനെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ, ഇന്റർപ്രിട്ടേഷൻ, അത് ഭരണഘടനാ ബെഞ്ചാണ് സാധാരണ തീരുമാനിക്കുന്നത്. അത് നാച്ചുറലി ഇതൊരു വളരെ സീരിയസ് ആയ വിഷയമാണല്ലോ. കടമെടുപ്പ് എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ മാത്രമല്ല, പൊതുവായി എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധിക്കുന്ന രീതിയിലുള്ള പ്രൊവിഷൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. അപ്പൊ അതിന്റെ അണ്ടറിൽ എത്രത്തോളം എങ്ങനെയാണ് പുതിയ സാഹചര്യങ്ങളനുസരിച്ച് സംസ്ഥാനങ്ങളുടെ സാമ്പത്തികമായ ഭദ്രത അല്ലെങ്കിൽ ഭദ്രത ഇല്ലാഴിക, ഇതൊക്കെ നോക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ആ ഭരണഘടനയുടെ ആ പ്രൊവിഷന്റെ ഒരു ഇന്റർപ്രിട്ടേഷന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം കൈകാര്യം ചെയ്യാനാണ് സുപ്രീം കോടതി തീരുമാനിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് 5 അംഗ ഭരണഘടനാ ബെഞ്ച് വേണമോ എന്ന് ചീഫ് ജസ്റ്റിസിന് തീരുമാനിക്കാം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും. ഇന്നിപ്പോൾ അത് ചീഫ് ജസ്റ്റിസ് ആണല്ലോ തീരുമാനിക്കേണ്ടത്. ഇത് വെറുമൊരു കടമെടുപ്പ് പരിധി എന്ന വിഷയം മാത്രമാണോ, അതോ പൊതുവായി സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള, പ്രത്യേകിച്ച് പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന വിഷയം ഉണ്ടല്ലോ, അതൊക്കെ ഒരു വിശാലമായ ബെഞ്ച് അല്ലെങ്കിൽ വിശാലമായ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കേണ്ടതുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള റിയലൈസേഷൻ ഉള്ളത് കൊണ്ടാണ് സുപ്രീം കോടതി അതൊരു ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് തന്നെ. അല്ലെങ്കിൽ എല്ലാ കേസുകളൊന്നും അങ്ങനെ ഭരണഘടനാ ബെഞ്ചിന് വിടത്തില്ലല്ലോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് മാറ്റർ വിച്ച് ഇൻവോൾവ്സ് ദി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ആണ് സാധാരണ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നതാണ് എന്റെ അറിവ്. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളാണ് അവർ സാധാരണ വിടുന്നത്. അപ്പൊ ഇത് കടമെടുപ്പ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ അവരെ പൊതുവായി ബാധിക്കുന്ന പ്രശ്നമാണല്ലോ. അപ്പൊ ഈ കേന്ദ്രത്തിന്റെ കയ്യിൽ എല്ലാ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പവേഴ്സും കോൺസെൻട്രേറ്റ് ചെയ്യുകയും സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് കരകയറാനുള്ള മാർഗങ്ങൾ അടയ്ക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനെ സാരമായി ബാധിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നാച്ചുറലി സുപ്രീം കോടതിയുടെ ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. നന്ദി. PDT ആചാര്യ, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ. ഇപ്പോൾ